ഈ മനോഹരമായ പകൽക്കാലം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനെയൊരു സാവകാശം എനിക്ക് തന്നതിൽ കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഈ പകൽക്കാലം തേജോമനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട് എന്നതോർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുവാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനോഹരമായൊരു സങ്കീർത്തനം നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. അതിനുശേഷം പാടിയ ഇംഗ്ലീഷ് പാട്ടുകളും നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. എല്ലാം സൃഷ്ടാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മനോഹരമായ പദങ്ങൾ കൊണ്ട് കൂട്ടിയിണക്കിയ ഹൃദയസ്പർശിയായ ഗാനങ്ങളാണ്. സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരകൗശലവും തേജോമനായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വകരമായ വസ്തുതയും നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ചിത്രമാണ് ആ ഗാനങ്ങളിലൂടെയൊക്കെ നമ്മൾ ദൈവത്തെ പാടി സ്തുതിപ്പാനിടയായി തീർന്നത്. നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മൾ ഈ ഭൂമി എന്ന പ്രതലത്തെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ദർശിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, എന്ത് ക്രമീകൃതമായിട്ടാണ് തമ്പുരാൻ ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാം. അതിൽ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന സൃഷ്ടി. 139 സങ്കീർത്തനത്തിൽ അതിൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കാലം മുമ്പ് നമ്മെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ച ഒരു ദൈവം. നാം അമ്മയുടെ ഉദരത്തിൽ മെനയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഭാവിയെക്കുറിച്ച് എഴുതി വെച്ച ഒരു ദൈവം. അതാണ് 139 സങ്കീർത്തനം. നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ആനുകാല പ്രസക്തിയുള്ള ഒരു വിഷയം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പറഞ്ഞ് എൻ്റെ സമയത്തിനുള്ളിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പണ്ഡിതന്മാർക്ക് പരിമിതിയുള്ള സമയം കൊണ്ട് പരപ്പുറ്റ കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിലും പാപനായ എനിക്ക് പരിമിതിയുള്ള സമയം കൊണ്ട് പരപ്പുറ്റ കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് പറ്റമേ ചുരുക്കി പറഞ്ഞ് കുത്തിടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ഒരു പടവലങ്ങ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുക. ഇന്ത്യയുടെ ഭൂപടം എടുത്താൽ 14 സ്റ്റേറ്റുകളാണ് നമ്മുടെ കേരളത്തിനുള്ളത്. അതിൽ ഏറ്റവും നോർത്ത് കിടക്കുന്ന, ഏറ്റവും നോർത്തല്ല, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കണ്ണൂർ. എന്നാൽ തെക്ക് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് പത്തനംതിട്ട. ഈ കഴിഞ്ഞ 1.5 മാസത്തോളമായി നമ്മൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതായ ഒരു വിഷയം, ഈ തെക്ക് നിന്നൊരു വ്യക്തി വടക്കേട്ട് കടന്നുപോയി. ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്, ഒരു നവീൻ ബാബു. വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ സ്മൃതിപഥത്തിൽ സംഭവം ഓടി വരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി കണ്ണൂരിലേക്ക് കടന്നു പോവുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. അവിടെ ചുരുങ്ങിയ മാസങ്ങൾ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെട്ട് അതിനു വേണ്ടിയുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് അദ്ദേഹത്തെ യാത്ര അയക്കുന്ന യാത്ര അയപ്പിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഒരു ദിവ്യ കടന്നു വരുന്നു. ആ ദിവ്യ പൊതുജനത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച്, കളക്ടർ സഹിതമുള്ള കൂട്ടുപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കുകയും മാത്രമല്ല ഇദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലം അന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് 4 മണി സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ അദ്ദേഹം തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് പൊതുജനം കണ്ടത്. നോക്കണം, ഒരു അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. ദിവ്യ എന്ന് പറയപ്പെടുന്ന അവിടുത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ കണ്ണൂർ പഞ്ചായത്ത് ഓഫീസർ ആയിരിക്കുന്ന ആ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ഈ കാര്യം ചെയ്തത്. അതിൻ്റെ അനന്തരഫലം വാക്കുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത വസ്തുത പറഞ്ഞ് പ്രതിഫലിപ്പിക്കുകയും അതിൻ്റെ അനന്തരഫലമായി ഒരു ജീവൻ കൊഴിഞ്ഞു പോവുകയും ചെയ്ത ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്.
ഇന്നും ആ വാർത്ത വളരെ തകൃതിയായി നടക്കുകയാണ്. മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ ഭാര്യ അതിൻ്റെ ഫർദർ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും മുതിർന്ന കോടതിയിൽ നിന്ന് അതിനുവേണ്ടി ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് കടക്കുകയാണ്. നമ്മളവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നത് വാക്കുകൾ. ആ വാക്കുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസങ്ങളാണ്. വാക്കുകൾക്ക് മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ കഴിയും. വാക്കുകൾക്ക് മനുഷ്യനെ കൊന്നു കളയാൻ കഴിയും. കത്തി കുത്തിയിറക്കി കൊല്ലുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ, ബോംബിട്ട് ഒരു വ്യക്തിയെ സ്മാഷ് ചെയ്യുന്നതിനേക്കാൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ്റെ വാക്കുകൾ. വേണ്ടാത്ത സ്ഥലത്ത് ചില വാക്കുകൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ദുരനുഭവമാണ് നമുക്ക് ഈ ADM അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും മുതിർന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഔദ്യോഗിക പദവി ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുവാനിടയായി തീർന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാലാകാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പലരുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരുപക്ഷെ മുറിവേറ്റിട്ടുണ്ടാവും. നമ്മളെല്ലാം മനുഷ്യരാണ്. ആ വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, പ്രിയപ്പെട്ടവരിൽ നിന്നായിരിക്കാം, ഭർത്താവിൽ നിന്നായിരിക്കാം, ഭാര്യയിൽ നിന്നായിരിക്കാം, കുഞ്ഞുങ്ങളിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, കൂട്ട സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, ദൈവദാസന്മാരിൽ നിന്നായിരിക്കാം. എവിടെ നിന്നാണെങ്കിലും ആ കേൾക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന വസ്തുതകളായി കടന്നു പോകാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആ കാണുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു വസ്തുത. ഇയ്യോബിൻ്റെ പുസ്തകം അത് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ഭാവി, നമ്മുടെ ഫ്യൂച്ചർ മറ്റൊരാളിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഭാവി നിയന്ത്രിക്കുന്നത് നമുക്ക് ജീവൻ തന്ന നമ്മുടെ തമ്പുരാനാണ്. ആ ദൈവം നമ്മുടെ ഭാവി എഴുതി വച്ചിരിക്കുമ്പോൾ ലോകത്തിലെ ഒരു മനുഷ്യനും, ആരായാലും ശരി, ഒരു മനുഷ്യനും അതിനെതിരെ നിന്നതിനെ തകർക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. കാരണം ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയം ഭരമേൽപ്പിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാവിയെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായി കഴിയും. ഒരു വേദവാക്ക് നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം സങ്കീർത്തനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പുസ്തകം, തൊട്ട് പുറകിലുള്ള പുസ്തകം. 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഞാൻ അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് കടന്നു വന്ന 2 പേരെ പരിചയപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ ന്യൂയോർക്കിലായിരുന്ന സമയത്ത്, ഇപ്പോഴും ന്യൂയോർക്കിലാണ്, 1988 മുതൽ 2007 വരെ കണ്ടെത്തൽ മിനിസ്ട്രി എന്ന പേരിൽ ഒരു കാസറ്റ് മിനിസ്ട്രി നടത്തിയിരുന്നു. കണ്ടെത്തൽ നിന്ന് ഫൈൻഡ് ഔട്ട് എന്നുള്ളതിൻ്റെ മറ്റേ നമ്മൾ വയലൂരിലെന്ന കണ്ടമല്ല, കണ്ടെത്തൽ, ഫൈൻഡ് ഔട്ട് എന്ന അർത്ഥത്തിലാണ്. അന്ന് നടത്തിയിരുന്ന മിനിസ്ട്രി ലക്ഷക്കണക്കിന് കാസറ്റുകൾ നമ്മുടെ ഇന്ത്യയിലേക്കും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ബൈ ബോട്ടാണ് അയക്കുന്നത്, ബൈ ഷിപ്പിലാണ് അയക്കുന്നത് ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അയക്കുന്നത് അങ്ങനെയായിരുന്നു. എത്ര ലക്ഷം കാസറ്റുകൾ അയച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ആ കാസറ്റ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കാസറ്റ് കിട്ടിയെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രിയപ്പെട്ടവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയുണ്ടായി. ചില സന്ദർഭങ്ങളിലൊക്കെ പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ചില വാർത്തകൾ നമ്മളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതോ നമ്മൾ പ്രവർത്തിച്ചതോ ആയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത്
വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. 2007 ആയപ്പോൾ നമുക്കറിയാം കാസറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ലോകത്തിലെങ്ങും ഇല്ലാതായി. ഇപ്പോൾ കാസറ്റ് പരിപാടി ഇല്ല. നമ്മുടെ നാട്ടിൽ കാസറ്റ് പ്ലെയറേ ഇല്ല. ഇവിടെ ഇപ്പോഴും ആമസോണിൽ നോക്കിയാൽ ചെറിയ കാസറ്റ് പ്ലെയർ കിട്ടാറുണ്ട്. പക്ഷേ കാസറ്റ് ആരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ അത് DVD-യിലേക്ക് അതങ്ങ് മാറിപ്പോയുണ്ടായി, അല്ലെങ്കിൽ CD-യിലേക്ക് അത് മാറിപ്പോയി. അതുപോലെ ഇവിടെ ബോസ്റ്റൺ പ്രെയർ ലൈനിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടോ? 24 hour ബോസ്റ്റൺ പ്രെയർ ലൈൻ ഇല്ല. പോട്ടെ, ഞാൻ അങ്ങനെ അങ്ങ് വിടുക. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഞാനും. ശനിയാഴ്ച ദിവസം രാത്രി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകമാണ്. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വായിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ആ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൂത് എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു എന്നുള്ളതാണ്. ആ വാക്യം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആരുടെ മുൻപിലാണ് ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചത് എന്നതാണ്. അതിൻ്റെ തൊട്ടു കൂടെ ആ ആദരിച്ചു എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പറയുന്നത് ആരുടെ മുമ്പിലാണ് ആദരിച്ചത്. നമ്മൾ കാണുന്നത് ശൂഹ്യനായ ബിൽദാദിൻ്റെ മുമ്പിൽ, തേമാന്യനായ എലീഫസിൻ്റെ മുമ്പിൽ, നയമാത്യനായ സോഫറിൻ്റെ മുൻപിൽ. ഈ 3 പേരും ആരാണെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവർ മൂവരും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരാണ്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെന്ന് പറയുമ്പോൾ ഒരു വെറും സാധാ സ്നേഹിതനല്ല. അത് പറയാൻ കാരണം നമുക്കൊക്കെ ഒത്തിരി സ്നേഹിതരുണ്ട്. നമുക്ക് സ്നേഹിതരുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഭാരം, ഒരു പ്രയാസം, ഒരു രോഗം കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊരു പക്ഷേ അവരെ വിളിക്കും, അല്ലെങ്കിൽ അവിടെ ചെല്ലും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ മടങ്ങിപ്പോരും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഞാനായാലും നിങ്ങളായാലും പാസ്റ്ററാണെങ്കിലും അത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി വരാറുള്ളൂ. പക്ഷെ ഇവിടെ ഈ 3 സുഹൃത്തുക്കളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അവരുടെ സൗഹൃദം എത്രമാത്രം ഡീപ്പാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. ഈ 3 പേര് അതിൻ്റെ 2-11 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനുമായി പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അങ്ങനെ അവർ ആശ്വസിപ്പിക്കുവാനായി വന്നു. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവരാരും ഒരു വാക്ക് പോലും മിണ്ടാതെ, സുഹൃത്തുക്കളാണ് ഈ 3 പേരും, ഇയ്യോബിന് പറ്റിയ ദുരിതം കണ്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ പിന്നെ പറയുന്ന കാര്യം കുറച്ചുകൂടെ പ്രസക്തമാണ്. 7 രാപ്പകൽ അവനോട് കൂടെ മിണ്ടാതെ നിലത്തിരുന്നു. ഇതാണ് സുഹൃത്തുക്കൾ, ഇതാണ് യഥാർത്ഥ സൗഹൃദം. ഇയ്യോബിൻ്റെ കഷ്ടത്തിൽ പങ്കുചേരുവാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ കടന്നു വന്ന ഈ 3 പേരെ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ല, വാക്കുകൾ പോയി. അവർക്ക് ഇയ്യോബിൻ്റെ അടുത്ത് നിലത്തിരിക്കാനേ പറ്റുന്നുള്ളൂ. ഇയ്യോബിനോടൊപ്പം ഒരക്ഷരം അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അതികഠിനമായ വ്യസനം എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ അതികഠിനമായ വ്യസനം എന്തായിരുന്നു എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ തന്നെ വാക്കുകൾ പറയുന്നത്, എൻ്റെ മുറിവ് അടയുന്നു, എൻ്റെ മുറിവ് വീണ്ടും തുറക്കപ്പെടുന്നു. അത്രമാത്രം കഠിനമാണ്. അതെത്ര കഠിനമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോടുകൂടെ ഒന്ന് പറഞ്ഞു തരണം. എത്രമാത്രം കഠിനമാണ്. മുറിവ് അടയുകയും മുറിവ് തുറക്കപ്പെടുകയും ചെയ്യുന്ന അതികഠിനമായ ഒരു വിഷയം. നോക്കണേ, ഈ 3 സ്നേഹിതന്മാർ ആത്മാർത്ഥതയോടെ അവർ പോയത്. അവർ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും അതിലുപരി സതുദ്ദേശത്തോടും കൂടിയാണ് അവർ ഇയ്യോബിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നത്. അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവർ യാത്ര ചെയ്ത് 7 ദിവസം ഇയ്യോബിൻ്റെ കൂടെ പ്രാർത്ഥി കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്ന വ്യതിയാനം നോക്കണം. ഇവരുടെ മനസ്സ് മാറി. ഈ 3 പേരുടെ മനസ്സ് മാറി.
7 ദിവസം ഇയ്യോബിൻ്റെ കൂടെ പാർത്തപ്പോൾ. പിന്നെ ആ 3 പേര് പറയുന്നത്, ഈ അവർക്ക് വന്ന വ്യതിയാനമെന്ന് പറയുന്നത്, അവർ ചിന്തിച്ചു ഇത് ഇയ്യോബ് ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമാണ്. ഇത് ദൈവം ഇയ്യോബിനോട് കോപിച്ചത് കൊണ്ടാണ്, ദൈവം ഇയ്യോബിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. 7 ദിവസം ഇയ്യോബിൻ്റെ കൂടെ പാർത്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിലത്തിരുന്ന ഈ സുഹൃത്തുക്കൾ ഇപ്പൊ പറയുന്ന മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളാണ്. ഇവൻ ദൈവത്തോട് പാപം ചെയ്തു, ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു, അവൻ മരിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ അത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ അതികഠിനമായ പാപം ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അവനത് സംഭവിക്കില്ല. ഈ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ വന്നു എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ആശ്വസിപ്പിക്കാൻ വന്ന ഈ 3 സുഹൃത്തുക്കൾ അവരിപ്പോൾ അവരുടെ വാക്കുകൾ മൂർച്ചയുള്ളതായി മാറുകയാണ്. ദിവ്യയുടെ വാക്കിൻ്റെ മൂർച്ച ഇയ്യോബിൻ്റെ സുഹൃത്തുക്കളിൽ നമുക്കിവിടെ കാണാൻ പറ്റും. മൂർച്ചയേറിയ വാക്കുകൾ അവർ പിന്നെ നമ്മൾ കാണുന്നത് ഇയ്യോബ് തന്നെ പറയുന്നു, നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. നോക്കണേ, അത് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇയ്യോബ് പറയും, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്നിട്ട് വീണ്ടും പറയുന്നു, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ, അല്ല പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ ദീർഘാധ്യായങ്ങളിൽ 3 പ്രാവശ്യം ഈ 3 പേര് ഇയ്യോബിനോട് പ്രതിവാദിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. അവർ ഇയ്യോബുമായി പ്രതിവാദനം നടത്തുകയാണ്, ദീർഘമായ അധ്യായങ്ങൾ. ഈ പ്രതിവാദിക്കുന്നതിനെ കുറിച്ചാണ് ഇയ്യോബ് പറയുന്നത്, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? അവരിപ്പോൾ വ്യസനിപ്പിക്കുകയാണ്. നോക്കണേ, ഇയ്യോബിൻ്റെ മുറിവിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെ ഇവരുടെ വാക്കുകൾ, അതികഠിനമായ വാക്കുകൾ ഇയ്യോബിൻ്റെ നേരെ കടന്നു വന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കേണ്ടവർ തന്നെ വ്യസനിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഇയ്യോബിൻ്റെ ജീവിതം മാറിപ്പോവുക. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ ഇങ്ങനത്തെ അനുഭവം കാണും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരയിൽ അമ്മയുടെ ഉദരം വിട്ട്, അല്ലെങ്കിൽ 3 അക്ഷരമാകുന്ന ഉദരം വിട്ട് 3 അക്ഷരമാകുന്ന ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തിൻ്റെ ആ പാതാരണ്യവർണ്ണത്തിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമൊക്കെ എപ്പോഴുമെങ്കിലുമൊക്കെ നമ്മോട് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ കത്തുകൊണ്ട് കുത്തി ഇറക്കുന്നതിനേക്കാൾ മൂർച്ചയുള്ളതായി നമ്മുടെ അന്തരാത്മാവിൽ ഇന്നും പിടയുന്ന ചില സംഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. ഇന്നും നമ്മളത് മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്, നമ്മെ മുറിവേൽപ്പിക്കുന്നതായ ചില വാക്കുകൾ. ഇവിടെ നോക്കണേ, വ്യസനിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ മറുവശം, ഇങ്ങനെ ആരെല്ലാം എപ്പോഴെല്ലാം നിങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വ്യസനിപ്പിക്കാൻ തുനിയുന്നുണ്ടോ, അല്ലെങ്കിൽ അപമാനങ്ങൾ പറഞ്ഞു വരുത്താൻ തുനിയുന്നുണ്ടോ, അല്ലെങ്കിൽ അപവാദം പറഞ്ഞു വരുത്താൻ തുടങ്ങുന്നുണ്ടോ, ഇയ്യോബിൻ്റെ മാതൃക വേണം നമുക്ക് പിൻപറ്റാൻ. ഇല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള വിഷയം നവീൻ ബാബുവിൻ്റെതാണ്. ഇയ്യോബ് അവിടെ എടുത്തതായ വസ്തുത, ഇയ്യോബ് പറയുന്നത്, നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കയില്ല. ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് തിരിച്ചു കൊടുക്കുന്ന മറുപടി. നിങ്ങളുടെ വാദം, അവർ പറയുക മാത്രമല്ല വാദിക്കാൻ തുടങ്ങി. നോക്കെ, നമുക്കെതിരായ ചിലർ വാദിക്കാൻ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കണം? അവർ വാദിച്ചോട്ടെ, എനിക്കത് പ്രശ്നമല്ല, അത് എനിക്ക് ഏക്കില്ല. ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ തിരസ്കരിച്ച് കളയുവാൻ നമ്മുടെ സോളിനെ നമ്മൾ പറഞ്ഞ് റെഡിയാക്കി വെക്കണം. അത് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മുടെ മനസ്സിന് 3 തട്ടുണ്ടെന്നാണ് പറയുന്നത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ കേട്ട വാക്കുകൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ട് അത് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വേണ്ടെങ്കിൽ, മുറിവേറ്റ വസ്തുതയാണെങ്കിൽ അതിൻ്റെ താഴെ തട്ടിൽ ഒരു അരിപ്പ പോലെ താഴേക്ക് പോയി അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ആ അൺകോൺഷ്യസ് മൈൻഡിൽ അല്പ ദിവസം ഇരുന്ന് വീണ്ടും അത് പൊങ്ങി വന്നില്ലെങ്കിൽ അത് നേരെ
സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന വസ്തുത പിന്നെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിലാണ് അത് ഉയർന്നു വരുന്നത്. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുറിവുകൾ ദീർഘകാലങ്ങൾക്ക് ശേഷം അതൊരു മുറിപ്പാടായി വീണ്ടും നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിത്തീരുന്ന അവസ്ഥാന്തരങ്ങൾ ജീവിതത്തിൽ നമുക്കുണ്ടാകാൻ കഴിയും. ഇവിടെ ഇയ്യോബ് പറഞ്ഞത് അവർ പറഞ്ഞോട്ടെ, നമുക്കും പറയാൻ കഴിയണം, അവർ പറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള വാദങ്ങളെ നമ്മുടെ തലയ്ക്കകത്ത്, മനസ്സിനകത്ത് കയറ്റാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്കെതിരെ അപവാദങ്ങൾ പറയുന്ന ശത്രുവിൻ്റെ പൈശാചിക മാനുഷിക മണ്ഡലങ്ങൾ നമുക്കുണ്ടായേക്കാം. അങ്ങനെ ഈ പിശാചിനെ കുറിച്ച് പറയും ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപവാദി എന്നാണ്. ഈ അപവാദി എന്ന് പറയുന്ന അതിൻ്റെ മൂലപാതയെ കൊടുക്കുന്ന ഡയബോളസ് എന്ന പദപ്രയോഗമാണ്. അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് ഫോൾസ് അക്യൂസർ, അല്ലെങ്കിൽ പിന്നെ പറയുന്നത് സ്ലാൻഡർ. ഈ വാക്കുകളാണ് അക്യൂസർ എന്ന വാക്കിന് കിട്ടുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്കത് കാണാനായി കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്നാണ് പിശാചിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മനുഷ്യനും പിശാചും ഒരുമിച്ച് ചേർന്ന് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സംഭവങ്ങൾ, ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ഇയ്യോബിനെതിരെ ഈ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ അവരിങ്ങനെ നിരന്തരമായി കുറ്റപ്പെടുത്തി നടത്തുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഇവനെ പോലെ നിഷ്കളങ്കനും, ഇവനെ പോലെ നേരുള്ളവനും, ഇവനെ പോലെ ദൈവഭക്തനുമായ മറ്റൊരു മനുഷ്യനെ ഉലകത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത് ഒപ്പിട്ട് വെച്ചിരിക്കുന്നിടത്താണ് സാത്താൻ കയറി അപവാദം പറയുന്നത്. ഈ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം. ഇതൊരു വലിയ പാഠമായിട്ട് നമ്മൾ മനസ്സിൽ കരുതി വെക്കണം പ്രിയരെ. അതുകൊണ്ട് എനിക്കിന്ന് പകൽക്കാലം പറയാനുള്ളത്, കുറ്റപ്പെടുത്തലുകൾ, അപവാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കേൾക്കേണ്ടി വരും. അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറയുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇന്നലത്തേക്കാൾ ഇന്നു കൂടും, ഇന്നത്തേക്കാൾ നാളെ കൂടും. അങ്ങനെ അപവാദങ്ങളും അതിനുള്ള കുപ്രചരണങ്ങളും അത് കൂടിക്കൂടി വരുന്ന ഈ കാലയളവിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ അപവാദിയെ എടുത്തു പറയുന്നുണ്ട് സാത്താനാണെന്ന്. നമ്മുടെ മധ്യത്തിൽ നമ്മളെ അപവാദം പറയാൻ സാത്താനും വരും, മനുഷ്യനും വരും, സാത്താൻ്റെ കിങ്കരന്മാരും വരും. പക്ഷെ ഇവിടെ വന്നത് നേരിട്ട് സാത്താൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതവിടെയും പറയുന്നുണ്ട്. 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ സാത്താനോടാ ചോദിക്കുന്നത്. ഈ സാത്താൻ നേരിട്ട് വന്ന് യോബിൻ്റെ മുമ്പ് നോക്കുക. ഈ പൈശാചിക മണ്ഡലങ്ങളെ വ്യക്തമായി നാം അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. പൈശാചിക മണ്ഡലം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു നിലവാരത്തിൽ പലപ്പോഴും നമുക്ക് കാണാനായി കഴിയും. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഒത്തിരി വിവരിക്കേണ്ട കാര്യമാണ്, അവിടെ എങ്ങും ഞാൻ നിൽക്കുന്നില്ല. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് കാണാനായി കഴിയും. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ കർത്താവ് പ്രകാരം പറയുകയുണ്ടായി, ഒരുവനിൽ നിന്ന് ദുരാത്മാവ് പുറപ്പെട്ടു. ആ ദുരാത്മാവ് പുറപ്പെട്ടിട്ട് നീരോട്ടമില്ലാത്ത സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി. അന്വേഷിച്ചു പോയിട്ട് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ നേരെ തിരിച്ചു പഴയ വീട്ടിലേക്ക് വരിക. അവൻ പഴയ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവൻ ഇറങ്ങിപ്പോയ രൂപത്തിലല്ല വീട് കിടക്കുന്നത്. വീട് മുഴുവൻ അടിച്ചു വാരി മനോഹരമായി, നല്ല ഏറ്റവും മനോഹരമാക്കി വെച്ച് ഇവന് കയറാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചു. ഇവൻ പിന്നെ ചെയ്ത കാര്യം, ഇവനേക്കാൾ ശക്തിയുള്ള 7 ആത്മാക്കളെയും കൂടെ കൂട്ടി ഇവൻ മടങ്ങി വന്ന് വീട്ടിനകത്ത് കയറാൻ വരികയാണ്. അപ്പോൾ ഈ ദുരാത്മാക്കൾക്ക് വിവിധ തരത്തിൽ ശക്തികളുണ്ട്. ശക്തി കുറഞ്ഞതും ശക്തി കൂടിയതും ഏറ്റവും അതിൻ്റെ മൂർത്തിമദ്ഭാവമായ സാത്താനുമുണ്ട്. ഇവിടെ ഈ സാത്താനാണ് നേരിട്ട്
ഇയ്യോബിന്റെ സന്നിധിയിൽ ഇറങ്ങി വന്ന് നിൽക്കരുത്. ആ ഇയ്യോബിനോട് വന്നിട്ട് നീ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവം സർട്ടിഫൈ ചെയ്ത ഇയ്യോബിന് അവരോട് മറുത്ത് നിൽക്കുവാൻ, നിങ്ങൾ ഇത് പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട, അതെൻ്റെ ഉള്ളിലേക്ക് കയറില്ല, ഞാൻ ആരാണെന്നും എന്നെ വിളിച്ചിറക്കിയ ദൈവം ആരാണെന്നും എനിക്ക് വ്യക്തമായി അറിയാമെന്ന സ്റ്റാൻഡ് എടുക്കുന്ന ഇയ്യോബിനെ നമുക്കവിടെ കാണാനായി കഴിയും. നോക്കണേ, ഇവിടെ നമ്മൾ കാണുന്നത് ഇയ്യോബിന്റെ സന്നിധിയിൽ ഞാനിത് സമ്മതിക്കില്ല, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങളുടെ വാദങ്ങളെ ഞാൻ സമ്മതിക്കില്ല. പ്രിയരെ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചാർച്ചക്കാരിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ കൂട്ട് സഹോദരങ്ങളിലോ നിന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന ചില അപവാദങ്ങൾ ഒരുപക്ഷെ കടന്നു. നീ ഗുണം പിടിക്കത്തില്ല, നിന്റെ ഭാവി ശരിയായില്ല, നിന്റെ തലമുറ ഗുണം പിടിക്കാതെ പോവും, ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് ഏക്കരുത്. ഇത് ഏറ്റിട്ട് ഇതിൻ്റെ പുറകെ പോകുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ഇത് നമുക്ക് കേൾക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് തമ്പുരാനാണ്. ആ തമ്പുരാൻ നമ്മുടെ ഭാവി നിർണ്ണയിക്കുമ്പോൾ അപ്പുറത്തെ തോമസും ഇപ്പുറത്തെ ശമൂവേലും അല്ലെങ്കിൽ ശോശാമ്മയും പറയുന്ന വാക്കിൻ്റെ മുമ്പിൽ വാടിക്കൊഴഞ്ഞു തൊട്ടാവാടി പോലെ പോയി, പിന്നെ നമ്മുടെ സന്തോഷം പോയി, നാം ദുഃഖത്തിലേക്ക് പോയി, നാം മൗനവ്രതത്തിലേക്ക് പോയി, ഇല്ലാത്ത അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് അന്യവിട്ടുപോയി, ദൈവ സന്നിധാനത്തോടുള്ള താല്പര്യം കുറഞ്ഞ് പിന്നോക്കമടിക്കുന്ന ഒരവസ്ഥയിലായിപ്പോയ ആയിരങ്ങളെ നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. വാക്കുകൾ മൂർച്ചയുള്ളതാണ്, വാക്കുകൾ കുത്തി മുറിവേൽപ്പിക്കുന്നതാണ്, വാക്കുകൾ മനുഷ്യനെ കൊല്ലുന്നതാണ്. ഇവിടെ നോക്കണേ, ഇയ്യോബ്, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ നിർത്താം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ സ്വാധീനിച്ചത് കൊണ്ടായിരിക്കും കാലങ്ങൾ കൊണ്ട് ഇയ്യോബിൻ്റെ കൂടെ പാർത്ത് കുടുംബജീവിതം നയിക്കുന്ന ഇയ്യോബിൻ്റെ സ്വന്തം ഭാര്യ. നോക്കണേ, ഈ 3 സുഹൃത്തുക്കൾക്കറിയാവുന്ന വിവരമല്ല ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയാവുന്നത്. കുറെ കൂടെ എങ്കിലുമൊക്കെ അറിയണം. ഈ ഇയ്യോബിനെ ഈ കുഞ്ഞുങ്ങളെ ഒക്കെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി ഇത്രയുമൊക്കെ ആക്കിയ സ്വന്തം ഭാര്യ ഈ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയപ്പോൾ സ്വന്തം ഭാര്യ ഇയ്യോബിനോട് പറയുന്നത്, ഇയ്യോബേ, നിനക്ക് മരിക്കുന്നതല്ലേ നല്ലത്. ഇത് കേട്ടാൽ പിന്നെ സാധാരണ ആരെങ്കിലും ഒരുമാതിരി ഉള്ളവരൊക്കെ പിന്നെ ജീവിച്ചിരിക്കുമോ? കയറെടുക്കും, അല്ലെങ്കിൽ മറ്റെന്താ മാർഗമുള്ളതെന്ന് വെച്ചാൽ അത് നോക്കും, ഡ്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ നോക്കും, അല്ലെങ്കിൽ വിഷം കഴിക്കാൻ നോക്കും, അല്ലെങ്കിൽ കൈയുടെ ഞരമ്പ് മുറിക്കാൻ നോക്കും. ഒത്തിരി കാര്യങ്ങൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലും അപ്പനും അമ്മയും മക്കളോട് പറഞ്ഞാലും ഈ നടക്കുന്ന സംഭവങ്ങൾ ധാരാളം നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുക ഇയ്യോബിനോട്, നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ച് കളയാതെ അതിനെ ത്യജിച്ച് കളഞ്ഞിട്ട് പോയി ചത്ത് കളയാൻ, പോയി സൂയിസൈഡ് ചെയ്യാൻ സ്വന്തം ഭാര്യ പറയുകയാണ്. ആ സ്വന്തം ഭാര്യ അത് പറഞ്ഞു കഴിഞ്ഞ് ഭാര്യയ്ക്ക് പോലും ഇയ്യോബിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം എത്തിക്കഴിഞ്ഞു. ഇയ്യോബിൻ്റെ ഭക്തിയുടെ ആഴമാണ് നമുക്കിവിടെ കാണാനായി കഴിയുന്നത്. അതിന് ഇയ്യോബ് സ്നേഹത്തോടെ ഭാര്യയോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ, നീ സംസാരിക്കല്ലേ, അങ്ങനെ പറഞ്ഞ് ഇയ്യോബ് ആ ഭാഗം പിടിക്കുകയാണ്. നോക്കണേ, ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഇയ്യോബിനെ കുറ്റപ്പെടുത്തി. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇയ്യോബ് പറയുന്നത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമാണ്. ഇയ്യോബിൻ്റെ സാക്ഷ്യം പറയുക, അനുഭവ സാക്ഷ്യം പറയുക, എൻ്റെ ശ്വാസം, ഇത്രയും കാലം എൻ്റെ കൂടെ പുറത്ത് ഒന്നിച്ച് ജീവിച്ച, എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഒന്നിച്ച് സന്തോഷമായി ജീവിച്ച എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ശ്വാസം അസഹ്യമായിരിക്കുന്നു. ഇനി ഇയ്യോബിൻ്റെ സഹോദരങ്ങളെ നോക്കിയാലോ, ഇയ്യോബ് പറയുന്നത്, എൻ്റെ ഉടപ്പിറന്നവർക്ക് ഞാൻ അറപ്പായിരിക്കുന്നു, സ്വന്തം സഹോദരങ്ങൾക്ക്. ഇനി ദാസനോടും ദാസിയോടും നോക്കിയാലോ, അവിടെ ഇയ്യോബ് പറയുന്നത്, എനിക്കെൻ്റെ ദാസനോടും ദാസിയോടും യാചിക്കേണ്ടി വരുന്നു. മുമ്പ് കൽപ്പന ഇടുകയായിരുന്നു, ഇപ്പോ ഈ പരിതസ്ഥിതി വന്നപ്പോൾ ഇയ്യോബിനോട് യാചിക്കേണ്ടി വരുന്നു. പിന്നെ പറയുക, തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് ഇയ്യോബ് പറയുന്നത്, എൻ്റെ പിള്ളേരും എന്നെ നിരസിക്കുന്നു. പണ്ട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമായിരുന്നു, ഇപ്പോഴവരെന്നെ നിരസിച്ചിട്ട് ആട്ടിയിട്ടവർ പോകുന്ന ഒരവസ്ഥ. എന്നിട്ട് പറയുക, ഞാൻ എഴുന്നേക്കാൻ തുടങ്ങിയാൽ അവരെന്നെ കളിയാക്കുക. ആരാ? പിള്ളേർ.
ഇതാണിപ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥ. ദൈവം സർട്ടിഫൈ ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സ്വന്തം ഭാര്യയും സ്വന്തം സഹോദരങ്ങളും സ്വന്തം ഫ്രണ്ട്സും സ്വന്തം മക്കളും ത്യജിച്ച് കളഞ്ഞു പോയി ചത്ത് കളക എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ദുരവസ്ഥ നമുക്ക് ഭാവനയെ കൂടെ ദർശിപ്പാൻ കഴിയില്ല. അത്രമാത്രം അതികഠിനമായി പോവുകയാണ്. എന്നിട്ട് ഇയ്യോബ് 23 പറയുക, ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു, അവൻ്റെ കൈ എൻ്റെ ഞരക്കത്തിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഇനി നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് ഞാൻ നിർത്തുക. ആ 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നോക്കിക്കേ. ഈ എല്ലാവരും തള്ളിക്കളഞ്ഞ ഇയ്യോബ്, ഭാര്യ തള്ളി, തൻ്റെ മക്കള് തള്ളി, ദാസീദാസന്മാർ തള്ളി, തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ തള്ളി, ഇവരെല്ലാം തള്ളിയ ഇയ്യോബിനെ ദൈവം ആദരിച്ചോ? അവിടെയാണ് അതിൻ്റെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ആദരിച്ചോ എന്ന് ചോദിച്ചാൽ ആരുടെ മുൻപിൽ എന്നൊരു ചോദ്യം അവിടെ വരാം. ആരുടെ മുമ്പിലാണ് ആദരിച്ചത്? ഈ കുറ്റപ്പെടുത്തിയ കൂട്ടുകാരുടെ മുമ്പിൽ ദൈവം ഇയ്യോബിനെ ആദരിച്ചു. നോക്കണേ, ആരുടെ മുമ്പിലാണ് ആദരിച്ചത്? ഈ ഇയ്യോബിൻ്റെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ. ആരുടെ മുമ്പിൽ ആദരിച്ചു? സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ. ആരുടെ മുമ്പിൽ ആദരിച്ചു? സ്വന്തം ദാസീദാസന്മാരുടെ മുമ്പിൽ. ആരുടെ മുമ്പിൽ ആദരിച്ചു? സ്വന്തം മക്കളുടെ മുമ്പിൽ. ഇതിൽ എന്തോ വേണ്ടിയത്? ദൈവം ഇയ്യോബിനെ ആദരിച്ചു. തനിക്ക് യാചിക്ക് വന്ന ദാസന്മാരുടെ മുമ്പിൽ ആദരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം ചിലരുടെ മനസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ഈ പകൽക്കാലം പറയും, ദൈവം നിന്റെ മുഖത്തെ ആദരിപ്പാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മുടെ ആർക്കും, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ പ്രിയപ്പെട്ടവർക്കോ ചാർച്ചക്കാർക്കോ ജോലിയുടെ സ്ഥലത്തോ നമ്മുടെ സമൂഹത്തിലോ നമ്മളെ തകർക്കാൻ പറ്റില്ല. കാരണം യഹോവയാണ് എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവം നമ്മുടെ ജീവന്റെ ബലമാണെങ്കിൽ നമുക്ക് ആരെ പേടിക്കേണ്ടി വരും? നമുക്ക് പറയാൻ കഴിയാമോ ഇന്ന് പകൽക്കാലം, കർത്താവേ, എൻ്റെ ഭാവി എൻ്റെ തമ്പുരാൻ്റെ മുമ്പിലാണ്, എൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ ഭാവി ഇരിക്കുന്നത് എന്ന തീരുമാനം ഈ പകൽക്കാലം നമുക്ക് ഉറച്ചെടുക്കാൻ നമുക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ആ 42-ാം അധ്യായം വീട്ടിൽ ചെന്ന് 1-2 ആവർത്തി വായിച്ചു നോക്കണം. അതിൻ്റെ ആ മനോഹാരിത ദർശിപ്പാൻ അത് നമ്മളെ വളരെയേറെ ധൈര്യപ്പെടുത്തുന്നതാണ്. നമ്മൾ കടന്നു പോകുന്ന ജീവിത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ യോബിൻ്റെ സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് ആദരിച്ച എങ്ങനെയാണെന്ന് നോക്കി. ആ 42-ന്റെ 10-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, ഈ സ്നേഹിതന്മാർ, ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞ സ്നേഹിതന്മാർ, ഇയ്യോബിനോട് നീ പോയി ചത്തുകളയെന്ന് പറഞ്ഞ സ്നേഹിതന്മാർ 3 പേരും ഇപ്പോൾ ഇയ്യോബിൻ്റെ മുമ്പിൽ വന്ന് കുമ്പിട്ട് നിൽക്കുക. എന്തിനാ? ഇയ്യോബിനോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം നമ്മെ അപഹാസ്യമെന്ന് എണ്ണിയാൽ നമ്മെ അപഹാസ്യപ്പെടുത്തവരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുമടപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ ആര് തള്ളിക്കളഞ്ഞോ അവരുടെ മുമ്പിൽ നമ്മെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ഇവരുടെ മുമ്പിൽ ഈ 3 പേര് വന്ന് ഇയ്യോബിനോട് പറയുക, 42:10, ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കണേ, ഈ കുറ്റപ്പെടുത്തിയവരും ഒറ്റിക്കളഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും ഇവരൊക്കെ കടന്നു വന്ന് ഇയ്യോബിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് 11-ാം വാക്യത്തിൽ അതിൻ്റെ 42-ന്റെ 11 കാണുന്ന അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും അവന് പരിചയമുള്ളവരൊക്കെയും ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് ദൈവം അവൻ്റെ മുഖത്തെ ആദരിച്ചത് കണ്ട് അത്ഭുതപ്പെട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ചിത്രമാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ ഭരമേൽപ്പിക്കാമോ? ദൈവമേ, എൻ്റെ മുഖത്തെ ആദരിക്കണമേ, എൻ്റെ മുഖത്തെ ആദരിക്കണമേ. നമുക്കതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.